ഹലോ ഗൈസ്, അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന ശേഷം വീണ്ടും ജോലിക്ക് പോവാണ്. സുഡാനിക്കുള്ള മുടി വരാനുള്ള മരുന്നും ചന്ദനത്തിരി പുകയ്ക്കാനുമാണ്. പിന്നെ അത് കൊണ്ടുവരാനുള്ള ചോറുണ്ട്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞ് 7 മണി ആറായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് ഞാൻ ജോലിക്ക് പോകുന്ന ചെറിയൊരു ഷോർട്ട് കട്ടാണ് വാതി. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ നടന്ന് മെയിൻ റോഡിൽ ചെന്നിട്ട് ടാക്സി പിടിക്കും. അപ്പം മെയിൻ റോഡിൽ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ മെയിൻ റോഡെത്തി. ഇന്ന് നമുക്ക് ടാക്സിക്കുള്ള വെയിറ്റിംഗ്. ഇവിടെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ടാക്സിക്ക് വെയിറ്റ് ചെയ്യണത്. ടാക്സി ഒരെണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബാർഗെയിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ടാക്സി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ഗേൾസ് കയറിയിട്ടുണ്ട്. ചിലപ്പോൾ പ്രശ്നം. അപ്പം ഇനി ടാക്സി ഇറങ്ങിയിട്ട് നമുക്ക് ഹലോ ഗൈസ്, അങ്ങനെ ടാക്സി ഇറങ്ങി. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ബസ് കയറണം. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ജോലി സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. അതായത് റിസൈൻ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂര്യൻ വന്നാലും തണുപ്പ് പോയിട്ടില്ല. ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. ആ കാണുന്ന 6-ാം നമ്പർ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഗൈസ് നമുക്ക് പോകേണ്ട ബസ്. ഓരോ ബസ്സിനും ഓരോ നമ്പറുണ്ട് സ്ഥലത്തേക്ക് പോകേണ്ടതിന്. ഇതാണ് നമ്മുടെ ബസ്. ബസ്സിൽ ഫ്രീ വൈഫൈ ആണ് ഗൈസ്. ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ എത്തി. ഇപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് അവിടം വരെ 300 പൈസ. ചേഞ്ച് ആണെന്നാണ് പറയണത്. നമ്മുടെ കയ്യിൽ നിന്ന് നാട്ടിൽ ഒന്നുകൊണ്ട് ചേഞ്ച് ഇല്ല. 500 പൈസയാണ്, 300 പൈസയാണ് നമുക്ക് വേണ്ടത്. ചേഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ബസ് എടുത്തു ഗൈസ്.
ഇറങ്ങാനുള്ള സ്ഥലം എത്തി ഗൈസ്. Hey guys, എനിക്ക് പോകേണ്ടത് ഈ വഴിയാണ്. നമ്മൾ ശരിക്കും എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അപ്പുറത്ത് സ്റ്റോപ്പിൽ ഇറങ്ങണം. അതാണ് ജോലി സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോണ വഴി. പക്ഷേ ആ വഴി നമുക്ക് കുറേ നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്തിൻ്റെ ബാക്കിലുള്ള വഴിയിൽ വന്നാണ് ബസ് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ നടന്ന് പോകാം. നമുക്ക് അത്യാവശ്യം ഇത്തിരി നടക്കാനുണ്ട്, എന്നാലും അപ്പുറത്തെ വഴി വെച്ച് കുറവാണ്. നമുക്ക് രാവിലെ 8 മണിക്കാണ് ജോലി സ്ഥലത്ത് വരേണ്ടത്. സമയം 7:52. എന്നാലും വെയിലുണ്ട്, അതിൻ്റെ ഒപ്പം നല്ല തണുപ്പുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അപ്പുറ സൈഡിലേക്ക് നമുക്ക് കിടക്കണം. അപ്പം ഞാൻ ഈ വഴിയാണ് സ്ഥിരം പോണത്. 8 മണിയാവാറായി. ആൻഡ് ഫൈനലി ഗൈസ്, ഇതാണ് എൻ്റെ ജോലി സ്ഥലം, സ്മാർട്ട് ടെക്. ആരെയും കാണുന്നില്ല, ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇതാണ് ജോലി സ്ഥലം. ജോലി സ്ഥലം നോക്കാമല്ലോ. ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. തുറന്നു ഗൈസ്. ഹലോ, ഞാൻ നമ്മുടെ ഫ്രണ്ടാണ് ഫ്രം ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാൻ. ഗൈസ്, ഇതാണ് നമ്മുടെ ജോലി സ്ഥലം. നമ്മുടെ ഫ്രണ്ട് അമീർ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ സീറ്റ് നമ്മുടെ അമ്മയുടെ സ്ഥലം. ഇതാണ് ഗൈസ് എൻ്റെ ടേബിൾ. ഞാൻ പോണ സമയത്ത് അത്യാവശ്യം ക്ലീനൊക്കെ ആക്കി വെച്ച പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അമീറെല്ലാം വന്നിട്ട്. ഓ അമീർ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് അമീർ ഫ്രം സുഡാൻ. ഫൈൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദിവാസി ഓയിലും ചന്ദനത്തിരി എല്ലാം അമ്മേറിന് കൊടുക്കും. നമുക്ക് അമ്മേറിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം ഗൈസ്. എയർ ഓയിൽ. ദിസ് ഈസ് ആദിവാസി ഓയിൽ. അമീറാണ് നമുക്ക് ഫോട്ടോ അയച്ചത്, ഇത് വാങ്ങിച്ചു പറ്റുമെന്ന് പറഞ്ഞിട്ട്. ആണ് അമീറിന് ഇങ്ങനെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. Oh, thanks.
ഗുഡ്. അപ്പോൾ നമ്മുടെ അമീർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈഫിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയണത്. വൈഫിൻ്റെ വേണ്ടി വളരെ കേരള ഇവരെന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, അമീറിന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അമീറിന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല ഇവരെന്താ പറയണേന്ന്. Is different country. Yeah. Is Iran and Afghanistan and Sudan. All speak another languages. Different language. അന്നത്തേക്കൊരു സ്കൂട്ടർ വന്നിട്ടുണ്ട് പണിയാനായിട്ട്. അപ്പം കസ്റ്റമർ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പീഡില്ലെന്നാണ് പറയണത്. ഓടിക്കുമ്പോൾ സ്പീഡില്ലെന്നാണ് കസ്റ്റമർ പറയണത്. ചെക്ക് ചെയ്തിട്ടും വരാം. ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു കസ്റ്റമർ സ്കൂട്ടറിന് സ്പീഡില്ലെന്ന് പറഞ്ഞ് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. സ്കൂട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ് നമ്മൾ. കസ്റ്റമർ പറയുന്നത് കഴിഞ്ഞാൽ സ്പീഡില്ലെന്നാണ്. നമുക്കപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ സ്പീഡില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. CPU ചേഞ്ചിങ്. CPU അമീർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ തന്നെ ബ്രേക്ക് എടുക്കും. സ്കൂട്ടർ ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടി നമുക്ക് തുടങ്ങാം. ടു ഈറ്റ് ഫുഡ്. ഇവിടെയാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. ഗൈസ്, നമുക്കപ്പോൾ കഴിക്കാനായിട്ട് നല്ല അടിപൊളി മീൻ വറുത്തതും സാമ്പാറും തക്കാളിക്കറിയാണ്. അപ്പോൾ ഇതാണ് അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കണത്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റ് ഒന്ന് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിലൊന്ന് നമുക്ക് ഇടാൻ പോകണം. കാരണം ജോലി സ്ഥലത്തിൻ്റെ അവിടെ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരു പൂച്ചക്കുട്ടി ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും അത് ഫുള്ള് അടിച്ച് പറിച്ച് ഞാൻ കമ്പനി കൊണ്ടിടും. നമുക്ക് അവിടെയാണ് വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് നമ്മുടെ കമ്പനി അവിടെ തന്നെ കൊണ്ടുപോയിട്ടിട്ടും വരാം. കഴിഞ്ഞു. നമ്മുടെ അമീറിൻ്റെ കാറാണ്. ഇവിടെയാണ് അമീർ താമസിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നലെ അടുത്ത വർക്കിലേക്ക് കിടക്കണം. സ്കൂട്ടർ നമുക്കൊന്ന് റെഡിയാക്കണം, ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ അതിൻ്റെ പണി ഇപ്പം തന്നെ തുടങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്കിനി വൈകിട്ട് കാണാം. ഓക്കെ ഗൈസ്, today's work finish, so I am going. Bye guys. Then today's work finish. Oh look, Amir and family working.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നടന്നു വന്നതിനൊക്കെ ഇത്തിരി കൂടി നടക്കാറുണ്ട് നമുക്ക്. അതായത് ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വന്ന വഴി വന്നു കഴിഞ്ഞാൽ ബസ് നമുക്ക് കിട്ടില്ല ഈ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ടാക്സിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി നടന്നു പോകേണ്ടത്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ റോട്ടിൽ കയറാൻ പറ്റും. അമീറുടെ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. സോ ഇത്തിരി കുറച്ച് ലെങ്തി ആയതുകൊണ്ട് കുറച്ച് കാണിക്കാം. അമീർ ആൻഡ് അമീർസ് ഫാമിലി. ഹലോ. ഇതാ കാണുന്ന റോഡുണ്ട്. ആ റോഡ് വഴിയാണ് നമ്മൾ രാവിലെ ബസ്സിന് വന്നത്. എന്നിട്ട് നമ്മൾ കറങ്ങി അവിടെ പോയി ഇറങ്ങി. പക്ഷേ ഈ സമയത്ത് നമുക്ക് ബസ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടൈം ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്ന് അവിടെ പോകും, അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ടാക്സിയെല്ലാം കിട്ടും. കാരണം നമുക്ക് നമ്മൾ ബസ് കയറിയ സ്ഥലത്ത് തന്നെ പോയി, രാവിലെ ബസ് കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ പോയി തിരിച്ചിറങ്ങണം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആളുള്ളത്. സെയിൽ ഐസ്ക്രീം. നമുക്ക് ആളെ മീറ്റ് ചെയ്യാം. ഇതാണ് റാഫീക്ക. എൻ്റെ ജോലി സ്ഥലത്ത് ആകെയുള്ള അറിയാവുന്ന ഒരേ ഒരു മലയാളി ഫ്രണ്ടാണ് റാഫീക്ക. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് വന്നു. ഞാൻ എന്നാ വന്നേ, ഞാൻ നമ്മളെ റാഫീക്കയുടെ കലാട്ടാ പ്ലീസ്. അങ്ങനെ നമ്മൾ റാഫീക്കയുടെ ഇന്ന് ഒരു ചായ വാങ്ങിച്ചാൽ കുടിക്കാൻ വേണ്ട. ആ ചായയും കുടിച്ചാൽ നമുക്ക് നടക്കാം. അങ്ങനെ നമ്മൾ റാഫീക്ക നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ചായ ഇട്ട് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിതും കുടിച്ച് പതുക്കെ നടക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ റോട്ടിലെത്തി. നമുക്കിനി ഇവിടെ നിന്ന് ടാക്സി പിടിക്കണം. കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്യുന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അധികം ടാക്സി ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ടാക്സി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. കൈ കാണിച്ച് നോക്കാം നമുക്ക്. ചിലപ്പോൾ നിർത്തും. ടാക്സി നിർത്തിയില്ല ഗൈസ്. വേറെ പറഞ്ഞ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ഗൈസ്, ആ ടാക്സി നിർത്തുന്നുണ്ട് ഗൈസ്. Rosel? Duvar Rosel? Ah, Rosel. Duvar, na? Ah, roundabout. How much? 500. 5? Guys, taxi കിട്ടി ഗൈസ്. 400 പൈസയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. وين غلا يا ريت؟ سمسم صناعية غلا؟ ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിന്ന് രക്ഷപ്പെട്ടു. നമുക്ക് നേരിട്ട് ഗാലയിലേക്ക്, അതായത് നമ്മുടെ റൂമുള്ള സ്ഥലത്തേക്ക് നേരിട്ട് ടാക്സി ഇട്ടേക്കാണ്. അപ്പം നമുക്ക് ബസ് കയറുന്ന സ്ഥലത്ത് പോയി ഇറങ്ങണ്ട, വീണ്ടും ടാക്സി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഗാലയിൽ പോയി ഇറങ്ങാം. ഗൈസ് ഇതാണ് റൂസ്. ഇതിപ്പോൾ നമുക്ക് നേരിട്ട് ടാക്സി ഇട്ടില്ലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങണ്ടെന്നാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ടാക്സി പിടിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് നേരിട്ട് ഗാലയിലേക്ക് ടാക്സി കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. وين حصلوا لهم باص؟
إننا بسير الراوند لكن برج ما الصفا. حلوة الحركة اللي يسويوها ما حلوة يسويوها درام سنوبة هنا. أمس أنا مركب اثنين قرا عباس قرا عند السجن العلة شاير من إيه؟ سجن. ഓക്കെ ഗൈസ് നമുക്ക് ഇറങ്ങാനുള്ള ടൈമായി ഗൈസ്. ഓക്കെ Thank you. ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം ഗൈസ്. പച്ചനകത്ത് ഇറങ്ങണത് നമുക്ക് നടക്കാം guys. അത്യാവശ്യം കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. അത് എന്തിയോ ഇവിടെയാണ് നമ്മൾ രാവിലെ ടാക്സി കയറുന്നത് ഗൈസ്. ഗൈസ് ഇതാണ് ഡ്രാഗൺ ഗിഫ്റ്റ് സെൻറ്റർ. ഞങ്ങളിതിന് 1 റിയാൽ ഷോപ്പിൽ നിന്ന് തുടങ്ങി. ഏതെടുത്താലും 1 റിയാൽ 50 പൈസ. നമുക്ക് കുറച്ച് ഷോർട്ട് കട്ടുകൾ കയറി പോകാൻ നമുക്ക് കുറേ ചുറ്റുണ്ടായിരുന്നു നടക്കാനായിട്ട്. ഏതോ ഒരു മലയാളി ആ കാണുന്നതാണ് വാതി. നമ്മൾ നടന്നു വന്ന രാവിലെ നടന്ന വഴിയാണ് അവിടെ ആ കാണുന്നത്. അങ്ങോട്ട് പോകണം. ഇത് പതിവില്ലാണ്ട് ആംബുലൻസൊക്കെ കിടപ്പുണ്ടല്ലോ. ടൂർണമെൻ്റ് മാച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ലുക്ക് ആംബുലൻസ് അല്ലാത്തപ്പോൾ ഇങ്ങനെ കിടക്കാറില്ല. പതിവില്ലാണ്ട് ആംബുലൻസൊക്കെ ഉണ്ട്. ലുക്ക് ലാൻഡ് ക്രൂയിസർ ഈസ് ആംബുലൻസ്. ആണ് ടർഫ്. നല്ല പതിവില്ലാത്തധികം കുറേ വണ്ടികളുണ്ട് കേസ് ഇവിടെ. എന്തോ മാച്ചോ ടൂർണമെൻറ്റോ എന്തോ ഉണ്ട് കേസ്. കണ്ടു നിൽക്കാൻ നമുക്ക് സമയമില്ല, കാരണം നടന്ന് ക്ഷണിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം. ഇതാണ് നമ്മൾ രാവിലെ നടത്തുന്ന വാതി. ഇവിടെയാണ് വൈകിട്ട് എല്ലാവരും നടക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അതായത് ഈ പരിസരത്തുള്ള ആൾക്കാർ, അതായത് ഷാപ്പിംഗ് ആയിട്ടും വാക്കിംഗ് എക്സസൈസ് എല്ലാവരും ഈ വഴിയാണ് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കും ഗൈസ്. ദിസ് ഈസ് ലൈക്ക് എ 1 സർക്കിൾ. കറങ്ങിയത് ഈ കൂടി വരാം. നമ്മൾ രാവിലെ വന്നത് ആ വഴിയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ഈ വഴി പോകാം. അങ്ങനെ ഇവിടെ നേരെ നടന്ന അറ്റത്ത് കഴിയുമ്പോൾ ഇവിടെ സമാധാനം കിട്ടും. കാരണം അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ റൂം.
ആണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഗ്രോസറി ഷോപ്പ്. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ റൂമെത്തും. പ്രവാസ ജീവിതം വളരെ കഷ്ടപ്പാടാണ് ഗൈസ്. ഈ കാണുന്ന ഫ്ലാറ്റാണ് ഞങ്ങളുടെ റൂം. ഓ ഇത് ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോസറി ഷോപ്പിലാണ് നിൽക്കാൻ ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരനാണ്. വന്നിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും അത്യാവശ്യം എല്ലാവരും ആയിട്ട് കമ്പനി ആയിട്ടുണ്ട്. ഇനി മെയിനായിട്ടൊരു ഷോപ്പുണ്ട് മക്ക ഹൈപ്പർ മാർക്കറ്റ്. അവിടെ ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ വീടെടുക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് പരിചയക്കാരാണ് ഇപ്പം. ആൻഡ് ഫൈനലി റൂമെത്തി. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ഫൈനലി വീടെത്തി ഗൈസ്, വീടെത്തി. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ.